കുട്ടികൾ നടക്കാനും ഓടാനും പ്രായമായാൽ അവർക്കൊപ്പം ഒരാൾ എപ്പോഴും ഉണ്ടാവണം. പ്രത്യേകിച്ചും വീടിന് മുന്നിലോ അടുത്തോ ഒക്കെ വെള്ളക്കെട്ടുകളോ കുളങ്ങളോ ആൾമറയില്ലാത്ത കിണറുകളോ ഒക്കെയുണ്ടെങ്കിൽ. മുന്നിൽ പതിയിരിക്കുന്ന അപകടമറിയാതെ കുട്ടികൾ അങ്ങനെ മരണത്തിലേക്ക് പോകുന്ന സംഭവങ്ങൾ നമുക്ക് ചുറ്റും നാം നിരന്തരം കാണാറുമറിയാറുമുണ്ട്. അക്കൂട്ടത്തിലേക്കാണ് പാലക്കാട് ചിറ്റൂരിൽ നിന്നും ദാരുണമായ ദുരന്ത വാർത്തയും എത്തിയിരിക്കുന്നത്. വീടിനരികിലെ കുളത്തിൽ വീണ 6 വയസ്സുകാരന് സംഭവിച്ച ദുരന്തമാണ് ഇപ്പോൾ ഒരു നാടിന് മുഴുവൻ കണ്ണീരായി മാറിയിരിക്കുന്നത്. ഇന്നലെ രാവിലെ 11 മണിയോടെയാണ് ചിറ്റൂരിലെ 6 വയസ്സുകാരൻ സുഹാനെ കാണാതായത്. വിദേശത്ത് ജോലി ചെയ്യുന്ന മുഹമ്മദ് അനസിൻ്റെയും നീലഗിരി പബ്ലിക് സ്കൂൾ അധ്യാപികയായ ഭാര്യയുടെയും മകനാണ് സുഹാൻ. സംസാരിക്കാൻ അല്പം ബുദ്ധിമുട്ട് നേരിട്ടിരുന്ന വീട്ടിൽ അപ്പു എന്ന് വിളിച്ചിരുന്ന സുഹാൻ വീട്ടുകാരുടെയെല്ലാം പ്രിയപ്പെട്ടവനായിരുന്നു. രാവിലെ സ്കൂളിലെ ആവശ്യത്തിനായി പോയതായിരുന്നു സുഹാന്റെ ഉമ്മ. സുഹാന്റെ സഹോദരനും മുത്തശ്ശിയും ഉമ്മയുടെ സഹോദരിയും മക്കളുമാണ് വീട്ടിലുണ്ടായിരുന്നത്. വീടിന് സമീപത്ത് എവിടെയെങ്കിലും കളിക്കാൻ പോയിരിക്കുകയായിരിക്കുമെന്നാണ് കരുതിയത്. എന്നാൽ ഏറെ നേരം കഴിഞ്ഞിട്ടും സുഹാൻ തിരിച്ചെത്താതായതോടെയാണ് തിരച്ചിൽ തുടങ്ങിയത്. 11 മണിയോടെയാണ് കുഞ്ഞിനെ കാണാതായത്. ആ സമയം മുതൽ നാട്ടുകാരും പോലീസുമെല്ലാം ചേർന്ന് പ്രദേശം മുഴുവൻ അരിച്ചു പെറുക്കിയിരുന്നു. ഒരു നാടൊന്നാകെ ഉറക്കമൊഴിച്ചു തിരയുകയായിരുന്നു രാത്രിയും. വീടിന് സമീപത്തെ പാടശേഖരങ്ങളിലും കുളങ്ങളിലും ആളൊഴിഞ്ഞ കെട്ടിടങ്ങളിലും പലവട്ടം ഇന്നലെ തന്നെ തിരഞ്ഞു. ഉമ്മയ്ക്കും നാട്ടുകാർക്കുമെല്ലാം ഒരു പുഞ്ചിരിയുമായി സുഹാൻ എവിടെയെങ്കിലും മറഞ്ഞിരിക്കുകയായിരിക്കുമെന്ന പ്രതീക്ഷയായിരുന്നു എല്ലാവർക്കും. എന്നാൽ ഇന്ന് രാവിലെ 9 മണിയോടെ അതെല്ലാം വിഫലമായി. വീടിന് 800 മീറ്റർ അകലെയുള്ള കുളത്തിൻ്റെ മധ്യഭാഗത്തായി കമിഴ്ന്നു കിടക്കുന്ന നിലയിലാണ് കുഞ്ഞിൻ്റെ മൃതദേഹം കണ്ടെത്തിയത്. കുഞ്ഞിൻ്റെ മൃതദേഹം നാട്ടുകാരാണ് ആദ്യം കണ്ടത്. കുട്ടിയെ കാണാതായത് മുതൽ ഉമ്മയും നാട്ടുകാരും അടക്കമുള്ളവർ ഈ കുളത്തിന് സമീപം തിരഞ്ഞതാണ്. പക്ഷേ ഒന്നും കണ്ടില്ല. പിന്നാലെയാണ് രാവിലെ മൃതദേഹം കണ്ടെത്തിയത്. വീടിന് സമീപത്തെ 2 കുളങ്ങളും പരിശോധിച്ചിരുന്നു. റോഡിൽ നിന്നും ചെറിയ കനാൽ കടന്നു വേണം കുളത്തിലേക്ക് എത്തുവാൻ. വീട്ടിൽ നിന്നും ദൂരമുള്ളതിനാൽ കുട്ടി തനിച്ച് ഇവിടേക്കെത്തില്ലെന്ന ധാരണയിൽ ഈ കുളത്തിൽ തെരച്ചിൽ നടത്തിയിരുന്നില്ല. 4 ദിവസം മുൻപ് സുഹാൻ കൂട്ടുകാർക്കൊപ്പം അതുവഴി പോയിരുന്നു. കുളത്തിലിറങ്ങി അപകടത്തിൽപ്പെട്ടതാകാമെന്നാണ് സൂചന. തിരച്ചിൽ തുടങ്ങി 22-ാം മണിക്കൂറിലാണ് അവൻ്റെ മൃതദേഹം കണ്ടെത്തിയത്. അഗ്നിരക്ഷാസേന എത്തിയാണ് മൃതദേഹം പുറത്തെടുത്ത് ആശുപത്രിയിലേക്ക് മാറ്റിയതും. മകനെ കാണാനില്ല എന്ന് അറിഞ്ഞ ഉടൻ തന്നെ ഉപ്പ മുഹമ്മദ് അനസ് നാട്ടിലേക്ക് തിരിച്ചിരുന്നു. രാവിലെ വീട്ടിലെത്തിയ മുഹമ്മദ് തൻ്റെ മകൻ്റെ വേർപാടറിഞ്ഞ് പൊട്ടിക്കരയുകയായിരുന്നു. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.